സൈലന്റ് ആകുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. ഭീഷണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പേടിക്കണ്ട. സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പണി നമുക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്തിച്ച സച്ചിൻ ദേവ് MLA കണ്ടിരുന്നു. അവിടെ ഇരുന്ന് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. നോക്കിയൊന്നുമില്ല, കുഞ്ഞു പിടിച്ച് പോയി. കാര്യം ഇന്നേ വരെ ജോലിക്ക് വിളിച്ചില്ല. നാളെ ആകുമ്പോൾ 2 മാസം തികയാണ്. ഇന്ന് വരെ ജോലിക്ക് ഞാൻ തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു കേസ് വന്നിട്ടുമില്ലല്ലോ. അപ്പൊ ഇത് തെറ്റുകാരനാണെന്നുള്ള ഇത് വന്നിട്ടില്ല. പക്ഷെ എന്നാൽ തെറ്റുകാരായിട്ടുള്ളവരകത്തിരിക്കുന്ന ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രം ജോലി ഇത്ര 2 മാസമായി. നാളെ ആവുമ്പോൾ 2 മാസം തികയും. അപ്പൊ നാളെ പോയി സാറിനെ കണ്ട് ജോലിക്ക് തിരിച്ചെടുക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിട്ട് പോകും. സാധ്യത ഉണ്ടാവണോ എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ മനുഷ്യൻ സ്നേഹിയല്ലേ, എന്തായാലും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ എടുക്കാൻ ഉള്ള എന്തെങ്കിലും നിർദ്ദേശം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും എന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഈ ശൈലി പോലെയാണ്, തയ്യൽ മിഷന്റെ ഈ മറ്റേ നന്നാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ അതിന് വലിയ ഇത് വരുന്നില്ല. ഇപ്പൊ ആയപ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മേയർക്കെതിരായിട്ടുള്ള പരാതിയിന്മേല് ഉള്ളത് അന്വേഷണം ഒന്നുമില്ല. എന്നുവെച്ചാൽ ആ പരാതിയില് നമ്മളെ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഇത് മാത്രമേ 2 പേപ്പർ മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ കൊടുത്ത പരാതിയും എൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൂടുതൽ ഞാൻ അന്വേഷിച്ച് അവരെ പരാതി കൊടുത്തതിൻ്റെ ഇത് എനിക്കെതിരായിട്ട് കൊടുത്ത പരാതി വലിയൊരു കെട്ട് തന്നെ, ഒരു പാണ്ടക്കെട്ട് പോലെ ഇത്ര കെട്ട് തന്നെ ഉണ്ട്. നമ്മുടെ മെമ്മറി കാർഡിന്റെ സ്ലോട്ട് ഇടുന്ന DVRന്റെ സ്ലോട്ട് ഇടുന്ന ആ പോർഷൻ വരെ ഇളക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. വണ്ടി ഇളക്കിക്കൊണ്ട് വന്നില്ലെങ്കിൽ പോലും വണ്ടിയുടെ അകത്തുള്ള എല്ലാ ഡീറ്റെയിലും ഇളകിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതായത് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, അവിടെ നിന്ന് ഇതുവരെയുള്ള CCTV ദൃശ്യങ്ങൾ, എല്ലാ ഡീറ്റെയിലും, ഇനി എന്തുണ്ടോ അതെല്ലാ ഡീറ്റെയിലും എടുത്തിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ എന്നാലും അതിൽ എനിക്കൊരു പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കണ്ടക്ടർ KSRTC ഒരു റിപ്പോർട്ട് കൊടുക്കും. അതിൽ പറയുന്നുണ്ട് MLA വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ട്രിപ്പ് തടസ്സമായെന്നുണ്ട്. പക്ഷെ KSRTCയിൽ വിവരാവകാശം വെച്ചപ്പോൾ KSRTC പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ യദുവിനെ പോലീസ് കൊണ്ടുപോയതിനാൽ ട്രിപ്പ് മുടങ്ങിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവർ വണ്ടി തടഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആണ് KSRTCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇല്ല, ഇപ്പൊ ആരും ഒന്നും പറയുന്നില്ല. സൈലന്റ് ആകുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. ഭീഷണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പേടിക്കണ്ട. സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പണി നമുക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്തിച്ച ഇല്ല. ഞാൻ VD സതീശൻ സാറിനെ കാണാൻ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് പോയപ്പോൾ കണ്ടിരുന്നു. സച്ചിൻ ദേവ് MLA കണ്ടിരുന്നു. അവിടെ ഇരുന്ന് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. നോക്കിയൊന്നുമില്ല, കുഞ്ഞു പിടിച്ച് പോയി. കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ അവരെ ബാക്കിൽ നടക്കേണ്ട കാര്യം. പോലീസ് ഇപ്പം ബുദ്ധിമുട്ടിക്കണ പോലും ഇല്ല, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിക്കും. അത് ചെന്ന് കഴിഞ്ഞാൽ എന്തിനു വന്നെന്നാ പിന്നെയും ചോദിക്കുന്നത്. നമ്മൾ എന്തിനാണ് പോകുന്നത്? ഒരു പരാതി കൊടുത്തത് എന്തായെന്ന് ചോദിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ കോടതിയിലല്ലേ പോയത്, കോടതിയിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ സാറ് ഇവിടെ കേസ് ഞാൻ തന്നിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കോടതിയിൽ തന്നെ തിരക്കിയാൽ നിങ്ങളെ വക്കീലിൻ്റെ അടുത്ത് തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാം.